1967 ശേഷം ഉമ്മൻചാണ്ടി പ്രചാരണത്തിറങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. എല്ലാ മണ്ഡലങ്ങളിലും മാത്രമല്ല, പലയിടത്തും ബൂത്ത് തല യോഗങ്ങളിൽ പോലും ഉമ്മൻചാണ്ടി എന്ന നേതാവ് എത്തുമായിരുന്നു. കുടുംബയോഗങ്ങളിലേക്ക് വിളിക്കുന്നവരോട് പോലും ഉമ്മൻചാണ്ടി നോ എന്ന് പറയാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഉമ്മൻചാണ്ടി അങ്ങനെ നിറഞ്ഞു നിന്ന എല്ലാ മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടി നേരിട്ട് പോയില്ലെങ്കിൽ കൂടി അവിടെയൊക്കെ ഉമ്മൻചാണ്ടി നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും ആ അനുഗ്രഹം തേടിയെത്തുന്നവർക്ക് ഇത്തവണയും കുറവേ ഇല്ല എന്നുള്ളതാണ് സത്യം. പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് സ്ഥാനാർത്ഥികൾ ഒരു തീർത്ഥാടക മനോഭാവത്തോടെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അനുഗ്രഹം തേടാൻ. പുതുപ്പള്ളിയിൽ നിന്നോ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ നിന്നോ ഉള്ള ഒറ്റ ഫോൺ കോളിൽ അടങ്ങുന്ന വിമതർ. സ്ലിപ്പ് കൊടുക്കാൻ പോലും ആളില്ലെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞാൽ ഒറ്റ വിളിയിൽ ഒരു ആൾക്കൂട്ടത്തെ തന്നെ ഇറക്കിക്കൊടുക്കുന്ന നേതാവ്. ഇത്തവണ കഷ്ടമാണ് എന്ന് വിലപിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി 4 പൊതുയോഗങ്ങളിൽ കൂടുതൽ പങ്കെടുക്കാൻ മടിയില്ലാത്തയാൾ. ബൂത്തെങ്കിൽ അത്, കുടുംബയോഗമെങ്കിൽ അതും, എവിടെയും എത്തുമായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിൽ ഈ കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഒരു മേൽനോട്ടമുണ്ടായിരുന്നു, നേതൃത്വപരമായി പങ്കുണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളിലും. പുതുപ്പള്ളിയിലെ ഈ കല്ലറ നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരുന്നു. സാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം വന്ന ശേഷം ആദ്യം വിളിക്കുന്നതും, തീരുമാനത്തിന്റെ ചർച്ച നടക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം വിളിച്ച് അന്വേഷിക്കുന്നതും, ധൈര്യം തരുന്നതും, അവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നതൊക്കെ സാറാവുമായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് ശരിക്കും അവർക്കൊരു കരുത്ത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ആരുടെയും മനസ്സിൽ ഇതുവരെ മരിച്ചിട്ടില്ല. UDF സ്ഥാനാർത്ഥികൾ മാത്രമല്ല, എതിർചേരിയിലുള്ള സ്ഥാനാർത്ഥികളും ഈ ജനകീയ നേതാവിന്റെ അനുഗ്രഹം തേടി പുതുപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹവുമായി ഞാൻ വളരെ ചെറുപ്പം മുതൽ അടുപ്പമുള്ള ആളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, CK ജീവൻ എന്ന് പറയുന്ന എൻ്റെ പഴയ സുഹൃത്തുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമായിട്ട് എനിക്കൊരു 19-20 വയസ്സുള്ള കാലഘട്ടം മുതൽ ഞാനും ഉമ്മൻചാണ്ടി ചേട്ടനുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് ബന്ധമുള്ളതാണ്. പ്രചാരണങ്ങളിൽ ഓടിയെത്താൻ ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് ഈ സ്ഥാനാർത്ഥികളെല്ലാം കരുതുന്നത്. പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിലും പ്രാർത്ഥനാപൂർവം എരിയുന്നുണ്ട് അനേകം മെഴുകുതിരികൾ. ടോബി ജോൺസൺ, 24, കോട്ടയം. സയ്യിദ് മാധവ് എന്ന പ്രശ്നം പറയുകയാണ്, ഉമ്മൻചാണ്ടി മാത്രമല്ല കോടിയേരിയും ഇല്ല എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ അല്ലേ, അങ്ങനെ കുറെ മഹാരഥന്മാരില്ല, അധികാരന്മാരില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്.